കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ശിക്ഷക് സദനുകൾ പ്രവർത്തിക്കുന്നത് CPMന്റെ തീട്ടൂരത്തിനനുസരിച്ച് എന്ന ഗുരുതര ആരോപണവുമായി അധ്യാപകർ രംഗത്ത്. നിലവിൽ സർവീസിലുള്ള അധ്യാപകർക്കും വിരമിച്ച അധ്യാപകർക്കും തണലാവേണ്ട ശിക്ഷക് സദനുകളിൽ നടക്കുന്നത് വൻ അഴിമതിയെന്നും ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ശിക്ഷക് സദനുകൾ പ്രവർത്തിക്കുന്നത് CPM പാർട്ടി ഓഫീസിന്റെ തിട്ടൂരത്തിനനുസരിച്ചാണെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷന് കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ശിക്ഷക് സദനുകളുടെ നിയന്ത്രണം CPM അനുകൂല സംഘടനകൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ശിക്ഷക് സദനിൽ വിളിച്ച് റൂം അന്വേഷിക്കുന്ന അധ്യാപകർക്ക് കിട്ടുന്ന മറുപടി റൂം ഒഴിവില്ലെന്നാണ്, അല്ലെങ്കിൽ ഫോൺ എടുക്കാത്ത അവസ്ഥ. അവിടെയാണ് ഉയരുന്ന പ്രധാന ചോദ്യം: റൂം ആർക്കാണ് നൽകുന്നത്? അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിച്ചത് CPM അനുകൂല അധ്യാപക സംഘടനയിലുള്ള അധ്യാപകർക്കും CPMനോട് ഏതെങ്കിലും വിധത്തിൽ ചേർന്ന് നിൽക്കുന്നവർക്കുമാണ് എന്നതാണ്. കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ശിക്ഷക് സദനുകൾ അഴിമതിയുടെ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ് നിലവിലുള്ള അവസ്ഥ. ഒരധ്യാപകൻ 250 രൂപ എന്നുള്ള നിലയ്ക്ക് 2 ലക്ഷത്തോളം വരുന്ന അധ്യാപകർ 5 കോടി രൂപയാണ് പ്രതിവർഷം അധ്യാപക ക്ഷേമ ഫൗണ്ടേഷനിലേക്ക് സംഭാവനയായി നൽകുന്നത്. ശിക്ഷക് സദനുകളില് അധ്യാപകർക്ക് തലചായ്ക്കാൻ ഒരു റൂം പോലും ലഭ്യമാകുന്നില്ല. പാർട്ടി ഓഫീസുകളുടെ തിട്ടൂരത്തിനനുസരിച്ച് അവിടെ നിന്ന് കത്ത് ലഭിക്കുന്നവർക്ക് മാത്രമാണ് ഇത്തരം റൂമുകൾ അനുവദിക്കുന്നത് എന്നുള്ളത് തീരെ അനുവദനീയമല്ല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കേണ്ട അധ്യാപക ഭവനുകൾ ഇടതുഭരണത്തിന്റെ പാർട്ടി ഓഫീസുകളായി മാറിയെന്ന ആരോപണവും അധ്യാപകർ ഉയർത്തുന്നുണ്ട്. കണ്ണൂരും കോഴിക്കോടും ശിക്ഷക് സദനുകളുടെ അറ്റകുറ്റപ്പണിക്കായി മുടക്കിയത് കോടികളാണ്. ഇവ രണ്ടിന്റെയും അറ്റകുറ്റപ്പണികൾ നടത്താൻ ഒരേ കോൺട്രാക്ടറാണ് നിശ്ചയിക്കപ്പെട്ടത് എന്നതും അഴിമതിയുടെ പുതിയ കഥ പുറത്തുകൊണ്ടുവരികയാണ്. ജനം, കോഴിക്കോട്. അനഘയുടെ വാർത്ത കൃത്യമായ വാർത്തയാണ്. തിരുവനന്തപുരത്തെ ശിക്ഷക് സദനും അങ്ങനെയാണ്. എല്ലാം KSTയുടെ കയ്യിലാണ്. അവർ ഇടതുപക്ഷ അധ്യാപകരുടെ മായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ആ മുറികൾ കിട്ടുകയുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ പണിതതാണ് ശിക്ഷക് സദൻ. അത് അങ്ങനെയാണ് സംഭവങ്ങൾ.